പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ഠമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പുനരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ വരുന്ന 2 നക്ഷത്ര സമൂഹം. സ്വതവേ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്ഥലത്താണ് വ്യാഴം ഇന്ന് നിൽക്കുന്നത്, 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇവിടെ ബുധനും നന്നായി സ്വന്തം ക്ഷേത്രത്തിൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രനോടുകൂടി അങ്ങേയറ്റം നന്മകൾ പ്രദാനം ചെയ്യും ഈ 4-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. ഇവിടെ മീനൻ രാശിക്കാർക്ക് കർമ്മമേഖലയിൽ അങ്ങേയറ്റം സമൃദ്ധമായൊരു ഗുണം വരും. ഭൂമിയെടുക്കാം, വീടെടുക്കാം, അധികാരം ലഭിക്കും. ബ്രോക്കർമാർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ്. 7-ാം ഭാവമാണ്. വിദേശയാത്ര ആരംഭിക്കുന്നവർക്ക് നല്ലത്. വിവാഹ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതിനാൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ മീനൻ രാശിക്കാർക്ക് അനുകൂലമാക്കി തരും ഈ ബുധൻ്റെ 4-ാം ഭാവത്തിലുള്ള പ്രവേശനം. അതിന് ജ്യോതിഷത്തിൽ ഭദ്രയോഗം എന്നാണ് പറയുക. ഭദ്രമഹായോഗം, പഞ്ചമഹാപുരുഷ യോഗത്തിൽ ബുധൻ സ്വക്ഷേത്രങ്ങളായ മിഥുനത്തിലും തൻ്റെ സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും മൂലക്ഷേത്രവുമായ കന്നിയിലും ലഗ്നം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അതിനാണ് എന്ത് പറയുക? ഭദ്രമഹായോഗം. ഇവിടെ ബുധൻ നിൽക്കുന്ന 4-ാം ഭാവത്തിലാണ്. അതിനാൽ എല്ലാ ലാഭവും ഉണ്ടാകും. തൻ്റെ പ്രഭുവിൽ നിന്ന് തനിക്ക് വരുമാനമുണ്ടാകും. രാജാവ് തന്നെ അംഗീകരിക്കും. നല്ല സുഹൃത്തുക്കളുണ്ടാവും. സുഹൃത്തുക്കളുടെ നന്നായി തൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. കർമ്മമേഖലയുടെ പുത്തൻ ഉണർവുണ്ടാകും. ചതുർത്ഥേചര ചന്ദ്രയസ് ചാരുമിത്രോ വിശേഷാധിക ഭൂമിനാഥാങ്കണസ്യ, തൻ്റെ രാജാവ്, അധികാരികൾ തനിക്ക് വിശേഷപ്പെട്ട അധികാരങ്ങൾ തരും. തൻ്റെ കർമ്മമേഖല എക്സ്പാൻഷൻ്റെ സമയമാണ്. അത് ഡെവലപ്പ് ചെയ്യാം. ഒരിക്കലും നശിച്ചു പോവുകയില്ല ഈ ഒരു വർഷം എന്നറിയുക. ഭവേത് ലേഖകോ ലിഖ്യദേവാത്തതും, താൻ എഴുതിയെടുക്കുന്നതിന് തനിക്ക് കൂടെ ആളുകൾ ഉണ്ടാകും. അതിനാൽ ധാരാളം പ്രാധാന്യം കൈവരുത്തും ഈ ബുധൻ. തത് ആജ്ഞാപരെ പൈതൃകം നോ ധനഞ്ജ, ഇവിടെ സ്വത്ത് വാങ്ങാം, ഭൂമി വാങ്ങാം, വീടിൻ്റെ ജോലി ചെയ്യാം. പക്ഷേ പലപ്പോഴും 4-ൽ ബുധൻ വരുമ്പോൾ ഒരു വിധിവൈപരീത്യമുണ്ട്. പലപ്പോഴും പൈതൃകമായ ധനം കിട്ടാൻ, സ്വത്ത് ലഭിക്കുവാൻ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ അതിനൊരു അപവാദം എന്താണ്? ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ആ ഒരു വിഷയം സംഭാവ്യമല്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.